ഗീതയുടെ പൊരുളിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നിന്നും ആത്മാവ് അനശ്വരമാണെന്നും ഓരോ മനുഷ്യൻ്റെയും യഥാർത്ഥമായ വ്യക്തിത്വം അനശ്വരമായ ആത്മീയമായ വ്യക്തിത്വമാണെന്നും മരണം എന്നത് കേവലം ശരീരമാകുന്ന വസ്ത്രമാറ്റം മാത്രമാണെന്നും ജ്ഞാനി മരണത്തിൽ ഭയപ്പെടില്ല, ദുഃഖിക്കില്ല എന്നും നമ്മൾ മനസ്സിലാക്കി. ഈ ഭൂമിയാകുന്ന കർമ്മക്ഷേത്രത്തിൽ കോടാനുകോടി ആത്മാക്കൾ, അത് അനാദിയാണ്, അവിനാശിയാണ്. അനാദിയായ അവിനാശിയായ ആത്മാക്കൾ ഈ ലോകനാടകത്തിൽ അവരവരുടെ ഭാഗം അഭിനയിക്കുന്ന ഒരു പ്രപഞ്ച നാടകം അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആധ്യാത്മികതയിലെ ഗീത ചർച്ച ചെയ്യുന്ന ഒരു വിഷയം, ഒരു പ്രസക്തമായ വിഷയമാണ് കർമ്മ സന്യാസമാണോ ശ്രേഷ്ഠം അതോ കർമ്മയോഗമാണോ ശ്രേഷ്ഠം? സാഖ്യന്മാർക്ക് സന്യാസമാർഗവും യോഗികൾക്ക് കർമ്മമാർഗവും അനാദിയായി എന്നാൽ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഗീത പ്രസ്താവിക്കുന്നുണ്ട്. ഈ വിഷയം ഭാരതത്തിൽ ചർച്ച ചെയ്യാൻ കാരണം നൈഷ്കർമ്മ്യം കൊണ്ട് ധാരാളം ചുതികൾ ഭാരതത്തിന് സംഭവിച്ചിട്ടുണ്ട്. ആധ്യാത്മികത കർമ്മസന്യാസമാണ് എന്ന ഒരു തെറ്റിദ്ധാരണ നമ്മുടെ ഭാരതത്തിൽ പടർന്നു പിടിച്ചിട്ടുണ്ട്. ഭാരതം കേവലം ആധ്യാത്മികമായ അറിവിൽ മാത്രം സമ്പന്നമായ ഒരു ദേശമായിരുന്നില്ല. ഭാരതം ഭൗതികമായും സമ്പന്നമായ നാടായിരുന്നു. സാഹിത്യം, കല, സംഗീതം, വാദ്യങ്ങൾ, നൃത്തങ്ങൾ, അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വളരെ വളരെ ഉയർന്നിരുന്ന ഒരു നാടായിരുന്നു ഭാരതം. ഭാരതത്തിലെ ഭാരതീയർ പൂജിക്കുന്ന ദേവതകളെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ദേവതകൾ 2 കിരീടം ധരിച്ചവരാണ്. സാധാരണ ആധ്യാത്മിക ഗുരുക്കന്മാർക്ക് അവരുടെ ശിരസിന് ചുറ്റും ഒരു പ്രകാശ കിരീടം കാണിക്കാറുണ്ട്, ഒരു പ്രകാശ വലയം. അത് അവരുടെ ആത്മശുദ്ധിയുടെ കിരീടമാണ്, ആത്മാവിൻ്റെ ശുദ്ധിയുടെ ഒരു ഓറയാണ് കാണിക്കുന്നത്. രാജ്യം ഭരിക്കുന്ന രാജാക്കന്മാർക്ക് നമ്മൾ രത്നകിരീടം, ഭൗതിക അധികാരത്തിൻ്റെ സമൃദ്ധിയുടെ കിരീടം കാണിക്കാറുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ ഒരു രാജാവിന് ആധ്യാത്മിക ധാർമ്മിക കാര്യങ്ങൾ ഉപദേശിക്കാൻ ഒരു രാജഗുരു ഉണ്ടായിരിക്കും. അങ്ങനെ രാജ്യം ഭരിക്കുന്ന രാജാവും ആധ്യാത്മിക കാര്യങ്ങളിൽ നേതൃത്വം നൽകുന്ന പുരോഹിതന്മാർ അല്ലെങ്കിൽ ആധ്യാത്മിക പുരുഷന്മാരും അങ്ങനെയാണെങ്കിൽ, പക്ഷേ ദേവതകളെ കാണിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഈ 2 കിരീടവും, ആധ്യാത്മികതയുടെ പ്രകാശ കിരീടവും ഭൗതിക സമൃദ്ധിയുടെ രത്നകിരീടവും ചൂടിയ ദേവതകളെയാണ് നമ്മൾ കാണുന്നത്. അതിനർത്ഥം ഭാരതം ആധ്യാത്മികമായും ഭൗതികമായും സമ്പന്നമായിരുന്നു. എന്നാൽ പിന്നീട് ഒരു ധാരണ പടർന്നു. അതായത് ആധ്യാത്മികത എന്ന് പറയുന്നത് ഭൗതികതയ്ക്കെതിരാണ്, കർമ്മനിരാസമാണ് ആധ്യാത്മികത. ഈ വിഷയം ഗീത ചർച്ച ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ എന്നെ എന്തിനാണ് കഠോരമായ കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്? ജ്ഞാനമാണ് ശ്രേഷ്ഠമെങ്കിൽ, ഈശ്വരനെ ഓർമ്മിച്ചിരിക്കുന്നതാണ് ശ്രേഷ്ഠമെങ്കിൽ, അതിലാണ് പരമമായ ആനന്ദമെങ്കിൽ അങ്ങ് എന്തിന് എന്നെക്കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നു എന്നൊരു ചോദ്യം അവിടെ അർജുനൻ ചോദിക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് ഈശ്വരനോട് അങ്ങനെ ഒരു ചോദ്യമുണ്ട്, എന്തിനാണ് ഈ കർമ്മക്ഷേത്രത്തിൽ നമ്മളിട്ട് കുഴയ്ക്കുന്നത്? നോക്കൂ, കർമ്മം ബന്ധിക്കുന്നു എന്നുള്ളതൊരു സത്യമായ കാര്യമാണ്. നമ്മൾ എത്ര നല്ല കർമ്മമാണ് ചെയ്തതെങ്കിലും അതിൽ ഞാൻ ചെയ്തു എന്ന ഒരു ഭാവം വരുമ്പോൾ അതൊരു ബന്ധനമാണ്, അത് ആത്മാവിനെ ബന്ധിക്കുന്നുണ്ട്. പൂർണ്ണമായിട്ടും ഞാനെന്ന ഭാവം ഒഴിവാക്കുക എന്നുള്ളത് വളരെ ദുഷ്കരമായൊരു കാര്യമാണ്. പാപകർമ്മങ്ങൾ സ്വാഭാവികമായിട്ട് ആത്മാവിനെ ബന്ധിക്കുന്നു, പുണ്യകർമ്മങ്ങളും ആത്മാവിനെ ബന്ധിക്കുന്നുണ്ട്. ഈ കർമ്മക്ഷേത്രത്തിലെ രാവിലെ മുതൽ രാത്രി വരെ മനുഷ്യൻ കഷ്ടപ്പെടുന്നു. എന്താണ് ആത്യന്തികമായി നേടിയതെന്ന് ചോദിച്ചാലോ, കുറേ കഷ്ടപ്പാടുകൾ മാത്രം. ആരോ പറഞ്ഞതുപോലെ ഹ്യൂമൻ ബീയിങ്സ് അല്ല, എല്ലാവരും ഇപ്പോൾ ഹ്യൂമൻ ഡൂയിങ്സ് ആണ്. നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പരമമായ ആനന്ദം, പരമമായ ശാന്തി അതെവിടെ നിന്ന് കിട്ടും? അത് തീർത്ത് നമുക്ക് പറയാൻ സാധിക്കും, അത് ഈശ്വരിൽ നിന്നും, ആനന്ദത്തിൻ്റെയും ശാന്തിയുടെയും സാഗരമായ ഈശ്വരിൽ നിന്നേ നമുക്കത് കിട്ടുള്ളൂ. അപ്പോൾ അവിടെ അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം വരാണ്,
എന്നാൽ ഈശ്വരനെ ഓർമ്മിച്ച് അങ്ങ് ഇരുന്നാൽ പോരെ? പരമമായ ആനന്ദവും പരമമായ ശാന്തിയും ദൈവത്തിൽ നിന്ന് കിട്ടുമെന്നുള്ളെങ്കിൽ ആ ഈശ്വരനെ ഓർമ്മിച്ച് ആ ഈശ്വരൻ്റെ ആ ഓർമ്മയിൽ സ്നേഹത്തിൽ മഗ്നമായി ഇരുന്നാൽ പോരെ? എന്തിനാണ് മനുഷ്യൻ കർമ്മം ചെയ്യുന്നത്? കർമ്മം ബന്ധിക്കുകയും ചെയ്യും. അവിടെ രണ്ട് പക്ഷമുണ്ട്. ഒരു പക്ഷം പറയുന്നത് നമുക്ക് അങ്ങനെ കർമ്മം പൂർണ്ണമായും ഉപേക്ഷിച്ച് ഈശ്വരൻ്റെ തന്നെ ഓർമ്മയിലിരിക്കണം, നല്ല കർമ്മങ്ങളും ചെയ്യേണ്ട, ഒരു കർമ്മവും ചെയ്യേണ്ട എന്നാണ്. അവിടെ ഗീത ഒരു തീർപ്പ് പറയാണ്. അർജുന, ഞാൻ ഇക്കാര്യത്തിൽ നിനക്ക് തീർപ്പ് പറഞ്ഞു തരാം. ഒരു ജീവിക്കും ഒരു നിമിഷം പോലും കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് കർമ്മം ചെയ്യണം. ഗീതയുടെ 3-4 അധ്യായങ്ങളിൽ ചർച്ച ചെയ്യുന്നത് ഈ വിഷയമാണ്. കർമ്മം എന്താണെന്നുള്ളതാണ്. ഒരു ജീവിക്കും ഈ കർമ്മക്ഷേത്രത്തിൽ ഒരു നിമിഷം പോലും കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റില്ല. നമുക്കറിയാം, പ്രപഞ്ചം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പ്രപഞ്ചത്തിൻ്റെ കർമ്മമാണ്. കാറ്റ് വീശുന്നുണ്ട്, വെള്ളം ഒഴുകുന്നുണ്ട്, സൂര്യൻ പ്രകാശിക്കുന്നുണ്ട്, മരങ്ങൾ അത് വിടരുന്നു, അത് നമുക്ക് ഫലങ്ങൾ നൽകുന്നു. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈ പ്രപഞ്ചം അങ്ങ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്, കർമ്മത്തിൽ അധിഷ്ഠിതമായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ജീവജാലങ്ങളും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ കുറച്ച് ആൾക്കാർ മാത്രം കർമ്മം ചെയ്യാതെ ഇരിക്കുക, ഈശ്വരൻ പറയുന്നത് അത് അസാധ്യമായ കാര്യമാണ്. ഗീതയിൽ ഭഗവാൻ പറയാണ്, എനിക്ക് കർമ്മം കൊണ്ട് എന്ത് കിട്ടാനാണ്? പക്ഷെ ഞാനും കർമ്മം ചെയ്യുന്നു. ഞാൻ കർമ്മം ചെയ്യാതിരുന്നാൽ ലോകത്തിൽ സങ്കരമുണ്ടാകും, ലോകത്തിൻ്റെ നാശമുണ്ടാകും. ഗീത പറയാണ്, അർജുന, പൂർണ്ണമായും ആത്മനിഷ്ഠൻ, ആത്മാവിൽ മാത്രം ആനന്ദിക്കുന്നവൻ, ജീവിതത്തിൽ മറ്റൊന്നിനെയും ആശ്രയിക്കാതിരിക്കുന്നവൻ, അങ്ങനെ സാധ്യമല്ല. എങ്കിലും അങ്ങനെ ഒരാൾ ആത്മതുഷ്ടൻ, ആത്മാവിൽ തന്നെ ആനന്ദിച്ചിരിക്കുകയാണെങ്കിൽ ഭഗവാൻ പറയാണ് അവർ കർമ്മം ചെയ്യണമെന്ന് ഇല്ല. എന്നിട്ട് വീണ്ടും പറയാണ്, അങ്ങനെ ഉള്ള ആളുകൾ കർമ്മം ചെയ്യാതിരിക്കുമ്പോൾ സാധാരണ മനുഷ്യർ പ്രമാണിമാരെ പിൻപറ്റുന്ന ഒരു ശീലമുള്ളത് കൊണ്ട് അതാണ് ശരി എന്ന് വിചാരിച്ച് അവരെ പിൻപറ്റി അവർ നൈഷ്കർമ്മികളാകാൻ സാധ്യതയുള്ളതുകൊണ്ട് അങ്ങനെയുള്ളവരും മറ്റുള്ളവരുടെ നന്മയെ കരുതി കർമ്മം ചെയ്യണം എന്ന് തന്നെ ഗീത നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പരമാത്മാവിൽ നിന്നാണ് പരമമായ ആനന്ദം കിട്ടുന്നത്. കർമ്മം ചെയ്തതുകൊണ്ട് വിശേഷിച്ച് ഫലമില്ല, പക്ഷെ കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റില്ല. അവിടെ ഗീത 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഈ പ്രപഞ്ചം ഒരു യജ്ഞഭാവത്തിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് യജ്ഞഭാവത്തോടുകൂടി ലോകഹിതാർത്ഥം നമ്മൾ കർമ്മം ചെയ്യുക. ഏത് കർമ്മം ചെയ്യുമ്പോഴും അത് ലോക നന്മയ്ക്കാണ് എന്ന് വിചാരിച്ച് അങ്ങ് ചെയ്യണം. ഉദാഹരണമായിട്ട് നമ്മളൊരു ആധ്യാത്മിക പ്രഭാഷണം നടത്തുന്നു. ഈ പ്രഭാഷണം നമുക്ക് പല കാര്യത്തിന് വേണ്ടി ചെയ്യാം. ഒന്ന്, ആളുകളുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യാം. 2, നമ്മുടെ പണത്തിനോ പേരിനോ പ്രശസ്തിക്കോ വേണ്ടി ചെയ്യാം. അവിടെ പണത്തിനും പേരിനും പ്രശസ്തിക്കും വേണ്ടി നമ്മൾ ആ കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മം ബന്ധന കാരണമാണ്. എന്നാൽ ആ കർമ്മം നമ്മൾ എങ്ങനെ പരിവർത്തനപ്പെടുത്തണം? ഇത് ആളുകൾക്ക്, ആത്മാക്കൾക്ക് പ്രയോജനമുണ്ടാകണം, അവരുടെ നന്മ ഉണ്ടാകണം എന്ന് വിചാരിച്ച് കർമ്മങ്ങൾ ചെയ്യണം. പോരാ, ആ കർമ്മം ഈശ്വരൻ എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് എന്ന് നമ്മൾ വിചാരിച്ച് കർമ്മം ചെയ്യുമ്പോൾ, ഒരു നിമിത്ത ഭാവത്തിൽ നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മം കർമ്മയോഗമായി മാറുകയാണ്. അതുകൊണ്ട് ഗീത ഈ വിഷയത്തിൽ പറയുന്ന ഒരു മാർഗനിർദ്ദേശം ഇതാണ്: യോഗസ്ഥ കുരു കർമാണി സംഗം ത്യക്ത്യാ ധനഞ്ജയ. അർജുന, നിസ്സംഗഭാവത്തിൽ യോഗസ്ഥനായി എൻ്റെ ഓർമ്മയിൽ ലോകഹിതാർത്ഥം കർമ്മം ചെയ്യണം. സമാചര എന്ന് ഗീതയിൽ 1-2 പ്രാവശ്യം ഉപയോഗിക്കുന്ന വാക്കാണ്. നല്ല രീതിയിൽ നിനക്ക് വന്നു ചേരുന്ന കർമ്മങ്ങൾ നീ നല്ല രീതിയിൽ ലോക നന്മയ്ക്ക് ആയി ഞാൻ ചെയ്യിപ്പിച്ചു, ഈശ്വരൻ ചെയ്യിപ്പിച്ചു എന്ന വിചാരത്തിൽ നിരഹങ്കാരിയായി, നിർമ്മമ നിരഹങ്കാര, എൻ്റെ എന്നുള്ളതും ഞാൻ ചെയ്തു എന്നുള്ള വിചാരം കളഞ്ഞ് നമ്മൾ കർമ്മം ചെയ്യുക. അപ്പോൾ ഈ കർമ്മക്ഷേത്രത്തിൽ നമ്മൾ എങ്ങനെയാണ് കർമ്മം ചെയ്യേണ്ടത്? അനാസക്ത ഭാവത്തിൽ. നോക്കൂ, നമ്മൾ ഓരോ കർമ്മങ്ങളും നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യിപ്പിക്കപ്പെടുകയാണ്. ഓരോ നിമിഷവും ഓരോ ആത്മാവും ആ ആത്മാവിൽ എഴുതിയിരിക്കുന്ന ഭാഗം അഭിനയിച്ച് ചെയ്യിപ്പിക്കപ്പെടുകയാണ് എന്നുള്ളതാണ് പരമമായ സത്യം. അറിവിൽ അനാദിയതായി വിളങ്ങിടും തൻ തിരുവിളയാടലിതെന്ന് അറിഞ്ഞിടണം. ആത്മാവിൽ എഴുതിയിരിക്കുന്ന ഒരു സ്ക്രിപ്റ്റ് അനുസരിച്ച് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ആ സ്ക്രിപ്റ്റ് നമ്മളല്ല തയ്യാറാക്കിയത്, അത് ആത്മാവിൽ അനാദിയായി എഴുതപ്പെട്ടതുകൊണ്ട്
നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും ഈ പ്രപഞ്ച ലീലയ്ക്ക് വിധേയമായി ചെയ്യിപ്പിക്കപ്പെടുകയാണ്. ഗീതയുടെ അവസാനം ഭഗവാൻ പറയുന്നുണ്ട്, ഈ ജ്ഞാനം നിങ്ങൾ എല്ലാവർക്കും കൊടുക്കണം. ഇത് കൊടുക്കുന്നവരെ പോലെ എനിക്ക് പ്രിയപ്പെട്ടവരാരുമില്ല. പക്ഷേ ഒരു കാര്യത്തിൽ ഈശ്വരൻ പറയുന്നു, ഈ അറിവ് എല്ലാവർക്കും കൊടുക്കണ്ട. അത് ഈ വിഷയത്തിലാണ്. ഇത് ഗഹനമായൊരു വിഷയമാണ്. എല്ലാവരും നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും സ്വല്പം അഹങ്കാരത്തോടുകൂടി ഞാൻ ചെയ്യുന്നു എന്ന ഭാവമാണ് പലപ്പോഴും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും ചെയ്യിപ്പിക്കപ്പെടുകയാണ്. അതുകൊണ്ട് ഭഗവത്ഗീത പറയാണ്, മറ്റുള്ളവർക്ക് ബുദ്ധിഭേദം ഉണ്ടാക്കരുത്. ഒരു നല്ല കാര്യം സ്വല്പം അഹങ്കാരത്തോടുകൂടി ചെയ്യുന്ന ഒരാളോട് പോയി ഇതെല്ലാം ചെയ്യിപ്പിക്കപ്പെടുകയാണ്, നിങ്ങൾ ചെയ്യുന്നതല്ല എന്നെല്ലാം പറയുമ്പോൾ അവർക്ക് കർമ്മത്തിലൊരു വിരസത വരാൻ സാധ്യതയുണ്ട്. എന്നാൽ അഹങ്കാരത്തോടു കൂടി ചെയ്യുന്ന കർമ്മം ഒരു ഭാരമുണ്ടാക്കും. അപ്പോൾ ഈശ്വരൻ പറയാണ്, ആ ഭാരം വരുമ്പോൾ അവർ അത് അനുഭവിച്ച് അവരതിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചു മാറിക്കോട്ടെ. പകരം നമ്മൾ എങ്ങനെ ചെയ്യണം? വിദ്വാൻ ചെയ്ത് കാണിക്കണം. ചെയ്യിപ്പിക്കപ്പെടുകയാണ്. പ്രകൃതിയുടെ നിയമങ്ങൾ അനുസരിച്ച് ഓരോരുത്തരും അവരവരുടെ ഭാഗം ചെയ്യിപ്പിക്കപ്പെടുകയാണ്. ഞാൻ ചെയ്യുകയല്ല, ചെയ്യിപ്പിക്കപ്പെടുകയാണ് എന്ന ബോധത്തോടുകൂടി നിസ്സംഗഭാവത്തിൽ ഭാരരഹിതരായി ആനന്ദത്തോടുകൂടി ഉത്സാഹത്തോടുകൂടി കർമ്മം ചെയ്ത് കാണിക്കുമ്പോൾ ഈശ്വരൻ പറയാണ്, പഠിക്കേണ്ടവരെ പഠിച്ചോളൂ. അപ്പോൾ കർമ്മം ചെയ്യണോ കർമ്മം ചെയ്യാതിരിക്കണോ? ഈശ്വരൻ പറയാണ്, കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഈ ലോകത്തിൻ്റെ പേര് തന്നെ കർമ്മക്ഷേത്രം എന്നാണ്. കർമ്മേന്ദ്രിയങ്ങൾ എന്ന് നമ്മൾ പറയുന്നു. കർമ്മയോഗം, കർമ്മഭോഗം എന്നെല്ലാം പറയുമ്പോൾ ഇത് കർമ്മപ്രധാനമാണ്. ഗാന്ധി എന്തുകൊണ്ട് നമ്മൾ മഹാത്മാവെന്ന് വിളിച്ചു? ഗാന്ധി പരക്കാത്തിരുന്ന് ധ്യാനിച്ചുകൊണ്ടിരുന്നെങ്കിൽ ആരും ഗാന്ധിയെ മഹാത്മാവെന്ന് വിളിക്കില്ലായിരുന്നു. ഗാന്ധിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ സമരം നയിച്ചില്ലായിരുന്നുവെങ്കിൽ ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടില്ലായിരുന്നു. അപ്പോൾ കർമ്മക്ഷേത്രത്തിൽ ഗാന്ധിയുടെ മഹത്തായ പ്രവൃത്തി കണ്ടിട്ടാണ് നമ്മൾ അദ്ദേഹത്തെ മഹാത്മാവ് എന്ന് വിളിച്ചത്. അതുകൊണ്ട് ഈശ്വരൻ പറയാണ്, ഈ കർമ്മക്ഷേത്രത്തിൽ നമ്മൾ കർമ്മം ചെയ്യണം. കർമ്മത്തിൽ കൂടെയാണ് ഇഹലോക ഐശ്വര്യം ഉണ്ടാകുന്നത്. ഭാരതത്തിലെ ഇഹലോക ഐശ്വര്യം സമ്പത്ത് ഉണ്ടായിരുന്നു. ഇഹലോകത്ത് ജീവിക്കുന്ന മനുഷ്യന് സ്ഥൂലമായ സമ്പത്ത് ആവശ്യമാണ്. നോക്കൂ, കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഇന്ത്യ ലോകം കണ്ട ഏറ്റവും വലിയൊരു മഹാകവിയായ മഹാകവി ടാഗോർ ജപ്പാനിൽ ചെന്നപ്പോൾ അവിടെ ഒരു കോളേജിൽ അദ്ദേഹത്തിന് ഒരു കുട്ടികൾക്കായി ഒരു ക്ലാസ് ഒരുക്കിയിരുന്നു അവിടുത്തെ പ്രിൻസിപ്പൾ. പക്ഷേ കുട്ടികൾ വന്നില്ല. ആ പ്രിൻസിപ്പളിന് വലിയൊരു പ്രയാസമായി. അദ്ദേഹം പിന്നീട് കുട്ടികളെ വിളിച്ച് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ മഹാകവി ടാഗോർ വന്നപ്പോൾ വരാതിരുന്നത്? അപ്പോൾ കുട്ടികൾ ഇങ്ങനെ ഒരു മറുപടിയാണ് കൊടുത്തത്, അയാൾ ആരായാലും ഒരു തെണ്ടി രാജ്യത്തുനിന്ന് വന്ന ആളാണ്, ഞങ്ങൾ അയാളുടെ മുമ്പിൽ പോയിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നോക്കൂ, ഇഹലോകത്ത് സമ്പത്ത് ആവശ്യമാണ്. അറിവ്, ആള്, അർത്ഥം, സമ്പത്ത് ഇതിവിടെ ആവശ്യമാണ്. അഹങ്കാരം പാടില്ല എന്നേ ഉള്ളൂ. പക്ഷെ നമുക്കൊരു ധാരണ ഇടയ്ക്ക് വെച്ച് വന്നു, സമ്പത്ത് നമ്മളെ ബന്ധിക്കും, ഈ ലോകം മിഥ്യയാണ്, ഈ ലോകം സ്വപ്നമാണ്. അതുകൊണ്ട് കർമ്മ നിരാസം ഭാരതത്തെ ബാധിച്ചു. അതുകൊണ്ട് എന്ത് പറ്റി? ഭാരതം സാമ്പത്തികമായി പിന്നോട്ട് അടിക്കപ്പെട്ടു. സാമ്പത്തികമായി പിന്നോട്ട് അടിക്കുമ്പോൾ നമുക്കറിയാം അവിടെ ഒരു അപമാനം വരും. അപമാനം വരുന്ന മനുഷ്യനെ ഉയർത്താൻ സാധ്യമല്ല. അതുകൊണ്ട് ഈശ്വരൻ പറയുകയാണ്, മനുഷ്യൻ ഇഹലോകത്ത് വന്ന മനുഷ്യൻ കർമ്മം ചെയ്യണം. കർമ്മം ബന്ധിക്കാതിരിക്കാനുള്ള ഉപായം ഈശ്വരൻ പറഞ്ഞു തരുന്നുണ്ട്. യോഗസ്ഥ കുരു കർമ്മണി, നീ യോഗസ്ഥനായി കർമ്മം ചെയ്യണം. ഗീത അവിടെ ഈ ഉപദേശം സ്വീകരിക്കാത്തവരെ വിളിക്കുന്ന വാക്കാണ് സർവജ്ഞാന വിമൂഢൻ. ഒരു വിവരമില്ലാത്തവൻ നശിച്ചു പോകുമെന്ന് നീ മനസ്സിലാക്കിക്കൊള്ളണം. യോഗസ്ഥനായി നമ്മുടെ മനസ്സിനെ പൂർണ്ണമായും ഈശ്വരൻ്റെ ആ പ്രേമത്തിൽ ലയിപ്പിച്ച് ഈശ്വര പ്രേമത്തിൽ അലിഞ്ഞിരുന്ന് ചെയ്യിപ്പിക്കുന്നവൻ ചെയ്യിപ്പിക്കുന്നു, ഈശ്വരൻ ചെയ്യിപ്പിക്കുന്നു, ആടിപ്പിക്കുന്നവൻ ആടിപ്പിക്കുന്നു, കളിപ്പിക്കുന്നവൻ കളിപ്പിക്കുന്നു. ഇതെല്ലാം ഒരു ഈശ്വര ലീലയാണ് എന്ന് മനസ്സിലാക്കി നമ്മുടെ കർമ്മങ്ങൾ ഈശ്വരന് അർപ്പിച്ച് നമ്മൾ ചെയ്യുക. ജീവിതത്തിലെ ആധ്യാത്മികതയുടെ ശുദ്ധി, സമാധാനവും കർമ്മത്തിൻ്റെ ഫലമായ സമൃദ്ധിയും നമുക്കുണ്ടാവും. ആധ്യാത്മിക ശുദ്ധിയും ഭൗതിക സമൃദ്ധിയും നമുക്കുണ്ടാവും. ഇത് രണ്ടും ആവശ്യമാണ്. ഗീതയിലെ പല ഭാഗത്തും പറഞ്ഞൊരു വാക്കാണ് മത് കർമ്മകൃത് മത് പരമ മത് ഭക്ത സംഘവർജിത നിർവൈര സർവഭൂതേഷു യസ് മാമേതി പാണ്ഡവ.
മത് കർമ്മകൃത്, നിൻ്റെ കർമ്മങ്ങളെല്ലാം എനിക്ക് അർപ്പണമായി ചെയ്യുക. നിൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഞാനായിരിക്കണം. ഈ യാത്രയുടെ പരിസമാപ്തി ഈശ്വരനായിരിക്കണം. ഓരോ കർമ്മങ്ങൾ കഴിയുമ്പോഴും നമ്മൾ ഈശ്വരൻ്റെ നേരെ ഓരോരോ ചുവടുകൾ വയ്ക്കുകയാണ്. ഈശ്വരനെ മറന്ന് നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ ഈശ്വരിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പകരം നമ്മുടെ ജീവിതത്തിലെ ഓരോ കർമ്മങ്ങളും അതിൻ്റെ പരമമായ ലക്ഷ്യം, ആത്യന്തികമായ ലക്ഷ്യം ആ ഈശ്വരപ്രാപ്തി തന്നെ. മത് കർമ്മകൃത് മത് പരമ മത് ഭക്ത, ഈശ്വര പ്രേമത്തിൽ കർമ്മം ചെയ്യുക. നിർവൈര സർവഭൂതേഷു. ഈ ലോകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആരോടും വൈരമില്ലാതെ, ആരോടും രാഗമില്ലാതെ. ഒരു വൈരാഗ്യം എന്നുള്ളൊരു വാക്ക് എപ്പോഴും ഉപയോഗിക്കാറുണ്ട്. ആരോടും പ്രത്യേകിച്ച് വൈരമില്ലാതെ, ആരോടും പ്രത്യേകിച്ച് രാഗമില്ലാതെ. വീത രാഗ ഭയ ക്രോധൻ എന്ന സ്ഥിതപ്രജ്ഞ ലക്ഷണത്തിൽ ഗീത പറയുന്നു. രാഗവും, അതായത് പ്രത്യേകിച്ച് ഒന്നിനോടും മമതയില്ലാതെ, ക്രോധമില്ലാതെ, ഭയമില്ലാതെ ആ ഈശ്വരനെ മുറുകെ പിടിച്ച് ഈ കർമ്മക്ഷേത്രത്തിൽ മുന്നോട്ട് പോകുക. അർജുന, പ്രകൃതിയുമായിട്ട് ചേരാതിരിക്കാനും കർമ്മം ചെയ്യാതിരിക്കാനും പറ്റത്തില്ല. ഈ പ്രകൃതി കുഴപ്പക്കാരനല്ല, ഈ ജഗത്ത് കുഴപ്പക്കാരനല്ല. പക്ഷേ ഇതുമായിട്ട് ചേരുമ്പോൾ രണ്ട് കുഴപ്പക്കാർ വരും, രാഗവും ദേഷ്യവും. ചിലതിനോട് ഇഷ്ടവും ചിലതിനോടൊരു ഇഷ്ടമില്ലായ്മയും വരും. അതാണ് ശത്രു. അതിനെയാണ് സന്യസിക്കേണ്ടത്. കർമ്മമല്ല സന്യസിക്കേണ്ടത്, ജീവിതമല്ല സന്യസിക്കേണ്ടത്. ഈശ്വരൻ നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചത് ജീവിക്കാൻ വേണ്ടിയാണ്. ആ ജീവിതം നമ്മൾ ഈശ്വരന് സമർപ്പിക്കേണ്ട, ആ ജീവിതം നമ്മൾ സന്യസിക്കേണ്ട. പകരം ഈശ്വരൻ പറയാണ്, ആരാണ് നിന്നെ അയച്ചത്, എന്തിനാണ് നിന്നെ അയച്ചത് എന്ന് മനസ്സിലാക്കി. എല്ലാവരും ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് സുഖത്തോടും സമാധാനത്തോടും കൂടി ജീവിക്കാനാണെന്ന് മനസ്സിലാക്കി ആരോടും വൈരമില്ലാതെ ജീവിക്കുക. അവർ എന്നെ പ്രാപിക്കും. ഗീതയിലെ 2 പ്രാവശ്യം പറയുന്നൊരു വാക്കാണ് സർവഭൂതഹിതേ രഥ. അർജുന, സകല ഭൂതങ്ങളുടെയും നന്മയിലെ കാംക്ഷ ഉള്ളവനായിരിക്കണം. മറ്റുള്ളവരുടെ ദുഃഖം സ്വന്തം ദുഃഖമായി മനസ്സിലാക്കി, അവരുടെ പ്രയാസം സ്വന്തം പ്രയാസമായി മനസ്സിലാക്കി ആ പ്രയാസമോ ദുഃഖമോ എടുക്കാനല്ല, പകരം ആ ഒരു വിചാരത്തോടുകൂടി അവരും ഞാനും ഒന്നിൻ്റെ ഭാഗമാണ് എന്നുള്ള വിചാരത്തോടുകൂടി ഞാൻ കർമ്മം ചെയ്യുന്നത് അവർക്കും അവർ കർമ്മം ചെയ്യുന്നത് എനിക്കും വേണ്ടിയാണ് എന്ന് മനസ്സിലായി. ഈ പ്രപഞ്ചം മുഴുവൻ എനിക്ക് വേണ്ടി നിൽക്കുന്നു. നോക്കൂ, അതാണ് സത്യം. നമ്മളൊരു ഷർട്ട് ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഷർട്ടിൻ്റെ പിന്നിൽ ഒരു ടൈലറുണ്ട്. ആ ഷർട്ടിൻ്റെ പിന്നിൽ നൂല് പാകിയ ഒരു ഫാക്ടറിയിലെ കുറേ ജോലിക്കാരുണ്ട്. ആ നൂലിൻ്റെ പിറകിൽ പരുത്തി കൃഷി നടത്തിയ കുറേ കൃഷിക്കാരുണ്ട്. ആ പരുത്തി വലുതായത് പരുത്തി വിത്തിൽ നിന്നാണ്. ഭൂമിയിലെ വെള്ളവും വളവും വലിച്ചെടുത്തിട്ടാണ് അത് വലുതായത്. ഈ ഭൂമിക്ക് നിൽക്കണമെങ്കിൽ കോടാനുകോടി നക്ഷത്രങ്ങളുടെ സാന്നിധ്യം, സഹായം ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ധരിക്കുന്ന ഒരു ഷർട്ടിൻ്റെ പുറകിലും നമ്മുടെ ഓരോ ചലനങ്ങളുടെ പുറകിലും ഈ പ്രപഞ്ചത്തിൻ്റെ കർമ്മം ഉണ്ട്. അതുകൊണ്ട് ഞാനും തിരിച്ച് ഈ ലോകത്തിന് വേണ്ടി കർമ്മം ചെയ്യണം. പരസ്പരം ഭാവയന്തു. അങ്ങനെ പരസ്പരം ഭാവന ചെയ്ത് പ്രകൃതിയും മനുഷ്യരും തമ്മിൽ, മനുഷ്യരും തമ്മിൽ, മനുഷ്യരും മറ്റു ജീവജാലങ്ങളും തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ട് ഇതൊരു സംഘനൃത്തമായിട്ട് ഈ ലോകം പോകണമെന്നുള്ളതാണ് ഈശ്വരൻ നമ്മളോട് ആവശ്യപ്പെടുക. അതിൽ ഞാൻ മാത്രം മാറി നിൽക്കാം എൻ്റെ മോക്ഷത്തിന് വേണ്ടി, എൻ്റെ സുഖത്തിന് വേണ്ടി. അങ്ങനെയല്ല. ആ മോക്ഷത്തിൻ്റെ സുഖം, ആധ്യാത്മികതയുടെ സുഖം അനുഭവിച്ചുകൊണ്ട് നമ്മളെല്ലാവരും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നവരാണെന്ന് മനസ്സിലാക്കി, എല്ലാവരുടെയും കർമ്മം കൊണ്ടാണ് എല്ലാവരും ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കി ഒറ്റപ്പെട്ട് മാറി നിൽക്കാതെ എല്ലാവരുമായിട്ട് ചേർന്ന് പോകുന്നതാണ് ആധ്യാത്മികത. നമ്മൾ ഏകാന്തവാസി ആകണം, മനസ്സുകൊണ്ട് ഒരാളുടെ ഓർമ്മയിലിരിക്കണം. പക്ഷേ ഇഹലോകത്തിൽ നമ്മൾ എല്ലാവരുമായിട്ടും ചേർന്നിരിക്കാനും സാധിക്കണം. കർമ്മത്തിൽ അകർമ്മവും അകർമ്മത്തിൽ കർമ്മവും കാണുന്നവനാണ് ബുദ്ധിമാൻ എന്ന് ഗീതയിൽ പരാമർശിക്കുന്നുണ്ട്. നമ്മൾ കർമ്മങ്ങളെല്ലാം ചെയ്യുമ്പോൾ ഈശ്വരൻ ചെയ്യിപ്പിക്കുകയാണ് എന്ന ബോധത്തിൽ കർമ്മത്തിൽ അകർമ്മത്തെയും,
കർമ്മങ്ങൾ ചെയ്യാതിരിക്കുന്ന സമയത്ത് എൻ്റെ ആ അകർമാവസ്ഥ, എൻ്റെ ആ ധ്യാനാവസ്ഥ ലോകത്തിലെ ശാന്തിയുടെ തരംഗങ്ങൾ പരത്തുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി അകർമ്മത്തിൽ കർമ്മത്തെയും നമുക്ക് കാണാൻ നമുക്ക് സാധിക്കണം. ഗീതയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ശ്ലോകം എന്ന് പറയാം, കർമ്മണ്യേ വാധികാരസ്തേ മാ ഫലേഷു കദാചന. അർജുന, കർമ്മത്തിൻ്റെ ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യാനേ നിനക്ക് അധികാരമുള്ളൂ. എന്നാൽ കർമ്മം ചെയ്യാതിരിക്കാനും നിനക്ക് തോന്നലുണ്ടാകരുത്. അത് വളരെ ഗഹനമായൊരു കാര്യമാണ്. നമുക്ക് വിധിച്ച കർമ്മങ്ങൾ ആസ്വദിച്ച് ചെയ്യുക. നോക്കൂ, പഠിക്കുന്ന കുട്ടി, ഇന്ന് നമുക്കറിയാം കുട്ടികളുടെ ജീവിതം വളരെ സംഘർഷഭരിതമാണ്. വേണ്ട ഒരു നൃത്തം, ഒരു മത്സരത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നൃത്തവും സംഗീതവും എല്ലാം തന്നെ ഇന്ന് നമുക്കറിയാം അത്രയും നമ്മുടെ കുട്ടികളെ അത്രയും വേദനിപ്പിക്കുന്നുണ്ട്. അത്രയും സംഘർഷഭരിതമാണ് ജീവിതം. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും നമുക്കറിയാം സംഘർഷഭരിതമാണ്. കാരണം എന്താണ്? ഏത് കർമ്മം ചെയ്യുമ്പോഴും നമ്മുടെ ചിന്ത മുഴുവൻ ഫലത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠയിലാണ്. അവിടെ ഗീത പറയണു, ആ ഫലത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠ കളയുക. പഠിക്കുന്ന കുട്ടി അറിവിന് വേണ്ടി ആനന്ദത്തോടു കൂടി പഠിക്കുക. ഈശ്വരൻ പറയണു, റിസൾട്ട് സ്വാഭാവികമായിട്ടും ശ്രേഷ്ഠമായിരിക്കും. ഇന്നെങ്ങനെയാണ്? നമ്മൾ പഠിക്കുന്നു, കഷ്ടപ്പെട്ട് പഠിക്കുന്നു. ആ റിസൾട്ട് നല്ലതാണെങ്കിൽ ഒരു ദിവസം ആനന്ദിക്കുന്നു, വീണ്ടും പഠിത്തത്തിലേക്ക് പോകുകയാണ്, തിരക്കിലേക്ക് പോകുകയാണ്, സമ്മർദ്ദത്തിലേക്ക് പോകുന്നു. ആ റിസൾട്ട് മോശമാണെങ്കിൽ നമ്മൾ വീണ്ടും ആ ദിവസം നമ്മൾ വളരെയധികം ദുഃഖിക്കുകയാണ് ചെയ്യുന്നത്. ഈശ്വരൻ പറയാണ്, കർമ്മവും കർമ്മഫലവും ആനന്ദിക്കാൻ പറ്റണം. കർമ്മവും കർമ്മഫലവും നമുക്ക് ആസ്വദിക്കാൻ സാധിക്കണം. അതുകൊണ്ട് ഓരോരോ കർമ്മങ്ങളും ഫലേച്ഛ വെടിഞ്ഞ് ആനന്ദത്തോടുകൂടി ഈശ്വരാർപ്പണമായി, ഈശ്വരനുള്ള പൂജയായി നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ആ കർമ്മത്തിൻ്റെ ഫലം ലഭിക്കാതെ ഇരിക്കില്ല. അതുകൊണ്ട് ഗീത നമ്മളെ പഠിപ്പിക്കുന്നത്, ആധ്യാത്മിക ശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? ആത്മാവ് ഇഹലോകത്തിൽ വന്നിരിക്കുന്നത് കർമ്മങ്ങൾ ചെയ്യാനാണ്. എല്ലാവരും ഈ ലോകത്ത് വന്നിരിക്കുന്നത് കർമ്മങ്ങൾ ചെയ്ത് സുഖം അനുഭവിക്കാനാണ്, സ്വസ്ഥത അനുഭവിക്കാനാണ്. ആ തിരിച്ചറിവിൽ നമ്മളെല്ലാവരും ലോകഹിതാർത്ഥം കർമ്മങ്ങൾ ചെയ്യണം. ഓരോരോ കർമ്മങ്ങൾ നമ്മളത് ചെയ്യുമ്പോഴും ഈശ്വരനാണ് എന്നെക്കൊണ്ട് ചെയ്യിപ്പിച്ചത് എന്നുള്ള നിരഹങ്കാരിത്വത്തിൻ്റെ ഭാരരാഹിത്യവും, അതേപോലെ ലോകഹിതാർത്ഥമാണ് ഞാനിത് ചെയ്യുന്നെന്നുള്ളൊരു സംതൃപ്തിയോടുകൂടി നമ്മൾ പോകുമ്പോൾ ഈ ജീവിതം അതീവ ശ്രേഷ്ഠമായി മാറും. അങ്ങനെ ഈ ലോക ജീവിതം ആനന്ദപ്രദമാക്കാൻ, ഒരു ലീലയാക്കാൻ, ഒരു നടനമാക്കാൻ വേണ്ടിയാണ് ഈശ്വരൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ വിഷയത്തിൽ ഈ കർമ്മം നമ്മൾ ചെയ്യുമ്പോൾ നമ്മളവിടെ ഒരു സാധനം കൂട്ടിച്ചേർക്കേണ്ടി വരും. ഒരു സമവാക്യം പറയുകയാണെങ്കിൽ കർമ്മം പ്ലസ് ഡാഷ് സുഖം, കർമ്മം പ്ലസ് ഡാഷ് ദുഃഖം. നമ്മളത് ഫില്ല് ചെയ്യണം. അത് ഫില്ല് ചെയ്യാനായിട്ടാണ് വാസ്തവത്തിൽ ഗീതാജ്ഞാനം നൽകുന്നത്. കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന് തീർപ്പ് കൽപ്പിക്കപ്പെട്ട സ്ഥിതിക്ക് കർമ്മങ്ങൾ ചെയ്യണം. കർമ്മം പ്ലസ് ധർമ്മം സുഖം, കർമ്മം പ്ലസ് അധർമ്മം ദുഃഖം. നമുക്ക് ഗീതയുടെ പൊരുളിൽ ഇനി ചർച്ച ചെയ്യേണ്ടത് എന്താണ് ധർമ്മം എന്നുള്ളതാണ്. ധർമ്മത്തിൻ്റെ ഗതി ഗഹനമാണ്. വിദ്വാൻമാർക്ക് പോലും അതിൻ്റെ ഗതി അറിയില്ല എന്ന് ഗീതയിൽ പറയുമ്പോൾ വീണ്ടും ഗീതാകാരനായ ഭഗവാൻ വന്ന് ആ ധർമ്മത്തിൻ്റെ ഗഹനാഗതി നമുക്ക് പറഞ്ഞു തരും. നമുക്ക് വരുന്ന എപ്പിസോഡിൽ ഗീതയുടെ പൊരുളിൽ എങ്ങനെ നമ്മുടെ കർമ്മത്തിൽ ധർമ്മം കൊണ്ടുവരാം, അതിൻ്റെ ആവശ്യകത എന്താണ് എന്ന് നമുക്ക് ചർച്ച ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. ഓം ശാന്തി.